നമുക്ക് എടുക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അതായത് എവറി പ്രൊഡ്യൂസർ പ്രൊഡ്യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സെൽസ് ഇൻ ദ മാർക്കറ്റ്. ഓരോ പ്രൊഡ്യൂസേഴ്സും ഓരോ ഉൽപ്പാദകരും സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്തു വിൽക്കുകയും ചെയ്യും അല്ലേ. വിൽക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായിരിക്കും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്? എന്താ? ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റ്, അത് മാർക്കറ്റിൽ വിറ്റ് ഉൽപ്പാദകന്റെ ലാഭം പരമാവധിയിൽ എത്തുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് അറ്റ് ദി പോയിന്റ് ഓഫ് എന്താ മാക്സിമം പ്രോഫിറ്റ്. ഏതവസ്ഥയിലാണോ ഉൽപ്പാദകൻ സാധനങ്ങൾ വിറ്റ് അല്ലെ, it is the state in which the producer has no tendency to increase or decrease the quantity of output sold. So profit pi is the difference between total revenue and total cost. Pi കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? pi is equal to TR minus എന്താ TC എന്നാണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ പൈ. പ്രോഫിറ്റ് എന്ന് പൈ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പൈ is equal to TR minus എന്താ TC. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു ഫേം റീച്ച് ചെയ്യുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എപ്പോഴാണ്? എ ഫേം റീച്ചസ് ഇക്വിലിബ്രിയം വെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ TR minus TC ഈസ് മാക്സിമം. അതായത് ഒരു ഫേം ഒരു മാക്സിമം പ്രോഫിറ്റിൽ എത്തിച്ചേരുന്നത് എപ്പോഴാണ്? TR minus TC മാക്സിമം ആകുമ്പോൾ. ഡിഫറൻസ് ബിറ്റ്വീൻ TR minus TC എന്തായിരിക്കും? മാക്സിമം എത്തുമ്പോഴായിരിക്കും, മാക്സിമം കണ്ടീഷനിൽ എത്തുമ്പോഴായിരിക്കും ഒരു ഫോം എന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നത്. അതാണ് TR minus TC മാക്സിമം എത്തിച്ചേരുമ്പോഴായിരിക്കും ഒരു ഫോം എന്ത് ചെയ്തത്? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തിച്ചേരുന്നതെന്ന് വേണം പറയാനായിട്ട്. The difference between TR minus TC is maximum when the following three conditions are satisfied. താഴെ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസ് തൃപ്തികരമാണെങ്കിൽ മാത്രമേ TR minus TC എന്ത് ചെയ്യുള്ളൂ? മാക്സിമം പ്രോഫിറ്റ് എത്തുള്ളൂ. എന്തൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസ്? അത് ഏതൊക്കെയാണ്? The market price should be less than the marginal cost. എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ലെസ് ദാൻ ദി എന്താ മാർജിനൽ കോസ്റ്റ്. പി ഫസ്റ്റ് കണ്ടീഷൻ എന്താ? പി എന്തിനേക്കാളിലും ലെസ് ദാൻ ആയിരിക്കണം? മാർജിനൽ കോസ്റ്റിനേക്കാളിലും കുറവായിരിക്കുന്ന അവസ്ഥ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്കറ്റ് കോസ്റ്റ് ഷുഡ് ബി നോൺ ഡിക്രീസിങ്. ഇൻ അതർ വേർഡ്സ് MC കർവ് ഷുഡ് ബി കട്ട് ദി MR കർവ് ഫ്രം ദ ബിലോ. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? MC കർവിന് താഴെയായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? MR കർവ് കട്ട് ചെയ്യുന്നത്. ഇതാണ് MC കർവ് എങ്കിൽ അതിന് താഴെയായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? MR കർവ് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ പൊസിഷനിലും എന്തായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റ് മാക്സിമം കണ്ടീഷൻ എത്തും. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? പിന്നെ മൂന്നാമത് 2 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC. എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. പ്രൈസ് ആയിരിക്കണം ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും എന്താ കൂടുതൽ. പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അതിൽ മൂന്നാമത്തെ കണ്ടീഷനിലെ ഫസ്റ്റ് കണ്ടീഷനാണ്. മൂന്നാമത്തെ കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇത് ഏത് കണ്ടീഷനിലും ആയിരിക്കണം? ഷോർട്ട് റൺ കണ്ടീഷനിലും ആയിരിക്കണം. എന്തായിരിക്കണം? ഷോർട്ട് റൺ കണ്ടീഷനിൽ പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഈക്വൽ ആണെങ്കിൽ, അതായത് വില ആവറേജ് വേരിയബിൾ കോസ്റ്റിന് എന്തായിരിക്കും? പ്രൈസാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും കൂടുതലെങ്കിൽ ഷോർട്ട് റൺ കണ്ടീഷനിൽ. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും അറിയാമല്ലോ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഷോർട്ട് റൺ കണ്ടീഷനിൽ പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC കണ്ടീഷനും. ഇനിയും പറഞ്ഞേക്കുന്നത് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRAC ലോങ് റൺ ആവറേജ് കോസ്റ്റ്. എന്താണ്? ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്താണ് പറഞ്ഞേക്കുന്നത്? പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ്. അപ്പോൾ ഏത് കണ്ടീഷനായത്? ലോങ് റണ്ണിൽ അല്ലേ. പ്രൈസ് എന്തിന് ഈക്വൽ ആയിരിക്കണം? എന്തിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം? ഒന്നുകിൽ ഈക്വൽ ആയാൽ മതി, അല്ലെങ്കിൽ പ്രൈസസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാളും ഈക്വലോ ഗ്രേറ്ററോ ആണെന്ന കണ്ടീഷനിൽ മാത്രമേ പ്രോഫിറ്റ് എന്തുള്ളൂ? മാക്സിമൈസേഷൻ ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രൈസസ് ലെസ് ദാൻ MC. അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? MC കർവിന് താഴെയായിട്ടാണ് MR കർവ് കട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വരും. ഇനി പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ കണ്ടീഷനിൽ രണ്ടുമുണ്ട്, ഷോർട്ട് റണ്ണും ഉണ്ട് ലോങ് റണ്ണും ഉണ്ട്. ഷോർട്ട് റൺ കണ്ടീഷനിലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്രൈസിനേക്കാളും പ്രൈസ് ആയിരിക്കണം കൂടുതൽ. ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും പ്രൈസ് കൂടുകയോ അല്ലെങ്കിൽ ഈക്വൽ തുല്യമോ ആയി വരുന്ന അവസ്ഥ. P is greater than or equal to ABC. അത് ഷോർട്ട് റൺ കണ്ടീഷനിൽ. ഈ ലോങ് റൺ കണ്ടീഷനിൽ എന്താ? P is greater than or equal to എന്താ? SRAC. അപ്പം ഈ 3 കണ്ടീഷൻസുമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എത്തുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കേസസ്, ഈ ഓരോ കേസസും നമുക്ക് ഗ്രാഫ് വരച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ MC.
പ്രൈസ് എന്തിനേക്കാളും കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്, MC-നേക്കാളും കൂടുതലാവുന്ന കണ്ടീഷനിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞേക്കുന്നത്, മാക്സിമം അല്ലേ. പ്രൈസ് ഇസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണെങ്കിൽ മാത്രമേ പ്രോഫിറ്റ് എന്താവുള്ളൂ, മാക്സിമം ആവുള്ളൂ. പ്രോഫിറ്റ് എന്താവുള്ളൂ, മാക്സിമം ആവുള്ളൂ. അപ്പോൾ P ഈസ് ഗ്രേറ്റർ ദാൻ MC എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഒരിക്കലും എന്തായിരിക്കില്ല, മാക്സിമം ആയിരിക്കില്ല. അതാണ് റൂൾഡ് ഔട്ട് എന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ MC ഈസ് എന്താ, റൂൾഡ് ഔട്ട്. പ്രൈസ് മാർജിനൽ കോസ്റ്റിനേക്കാളും ഗ്രേറ്റർ ആവുന്ന കണ്ടീഷൻ ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ്, ഒരു കമ്പനി ഒരിക്കലും എന്താവില്ല, പ്രോഫിറ്റായിട്ട് കൊണ്ടുപോയില്ല, ഒരു ഫേം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തിച്ചേരുകയില്ല. അതിൻ്റെ ഗ്രാഫ് കൊടുത്തേക്കുന്നത് ഇവിടെ ഔട്ട്പുട്ടും ഇവിടെ പ്രൈസ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ്. ഇത് നമ്മുടെ പ്രൈസ് ലൈൻ ആണെന്ന് അറിയാലോ. എല്ലാ കണ്ടീഷനിലും P എന്തിന് ഈക്വൽ ആയിരിക്കും, പ്രൈസ് ഇസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു എന്താ, മാർജിനൽ റവന്യൂ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ് അല്ലേ. പ്രൈസ് ലൈൻ എന്തിന് ഈക്വൽ ആയിരിക്കും, ആവറേജ് റവന്യൂവിനും മാർജിനൽ റവന്യൂവിനും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മളുടെ MC കർവ് അപ്പോൾ എങ്ങനെയായിരിക്കും പോകുന്നത്, ഇതാണ് നമ്മളുടെ MC കർവ്. ഓക്കെ, അതായത് നമ്മുടെ എന്താ, MC കർവ്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, രണ്ട് കണ്ടീഷനിൽ ഇക്വിലിബ്രിയം എത്തിച്ചേരുന്നുണ്ട്. ഏതാണ്, ഈ കണ്ടീഷനിൽ പ്രൈസ് എന്തിന് ഈക്വലാണ്, മാർജിനൽ കോസ്റ്റിന് ഈക്വലാണ്. ഈ കണ്ടീഷനിലും പ്രൈസ് എന്തിന് ഈക്വലാണ്, മാർജിനൽ കോസ്റ്റിനും ഈക്വലാണ്. അപ്പോൾ ഇവിടെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട്, ഇവിടെയും ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട് അല്ലേ. ഈ രണ്ട് കണ്ടീഷനിൽ മാത്രമേ എന്തെന്നുള്ളൂ, ഒരു ഫേം എന്തായിട്ടുള്ളൂ, മാക്സിമം പ്രോഫിറ്റ് എത്തിയിട്ടുള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷനിലും, ബാക്കി എല്ലാ ഔട്ട്പുട്ടിലും ഫേം എന്തായിരുന്നു, പ്രോഫിറ്റ് അല്ലായിരുന്നു അല്ലേ, ലോസ് ആയിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് എന്താ, MC ഡിക്രീസസ് ഇനിഷ്യലി, ദെൻ ഇൻക്രീസസ്. എന്താ പറഞ്ഞേക്കുന്നത്, ഔട്ട്പുട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു, പിന്നെ MC എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു തന്നെയാണ്. ഈ ചാപ്റ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. MC-യുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഗ്രാഫിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഏത് കണ്ടീഷനിൽ മാത്രമേ രണ്ട് ഔട്ട്പുട്ടിൽ, അതായത് ഇവിടെ Q1-ഉം നമുക്ക് വേണമെങ്കിൽ Q4-എന്നും കൊടുക്കാം. ഈ Q1 Q4 ഔട്ട്പുട്ടിൽ മാത്രമേ ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യുള്ളൂ, ഒരു ഫോം എന്ത് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്രോഫിറ്റ്, ഒരു കമ്പനി, ഒരു ഫേം ഒരു മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഈ ഗ്രാഫ് പകരം പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്തെങ്കിൽ മാത്രമേ, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു കമ്പനി എന്താവുള്ളൂ, മാക്സിമം പ്രോഫിറ്റ് എത്തിച്ചേരുള്ളൂ. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷനിൽ നമുക്ക്, ഇപ്പോൾ നമ്മൾ ഇസ് ഗ്രേറ്റർ ദാൻ കണ്ടീഷനാണ്. ഇനി നമുക്ക് ലെസ് ദാൻ വന്നാലും ഒരിക്കലും ഒരു പ്രോഫിറ്റ് എന്താവില്ല, ഒരു കമ്പനി ഫേം എന്താവില്ല, മാക്സിമം പ്രോഫിറ്റ് എത്തിച്ചേരുമോ, ഇല്ല. ഇത് ക്വാണ്ടിറ്റി ഓഫ് എന്താ, ഔട്ട്പുട്ട്. ഇവിടെ നമ്മുടെ പ്രൈസ് ലൈൻ P is equal to MR is equal to AR. ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഗ്രാഫ് പോവുക. P is less than MC-യിൽ ഒരിക്കലും നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, MC കർവ് ഒരിക്കലും എന്താ പറഞ്ഞേക്കുന്നത്, ഡിക്രീസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞാൽ വരച്ച് കാണിക്കാൻ പറ്റില്ല. MC കർവ് എന്ത് ചെയ്യാൻ പറ്റില്ല, വരച്ച് കാണിക്കാനായിട്ട് പറ്റില്ല. കാരണം പ്രൈസ് ലെസ് ദാൻ MC ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ MC കർവ് എന്ത് ചെയ്യില്ല, MC കർവ് ഷുഡ് ബി നോൺ ഡിക്രീസിങ് അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല. അപ്പം ഇങ്ങനെയാണെങ്കിൽ അത് ഇക്വിലിബ്രിയം എത്തിച്ചേരില്ല, ഇങ്ങനെ പോകും. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല, ഇക്വിലിബ്രിയം കണ്ടീഷൻ ഇല്ല നമുക്ക്. പ്രൈസസ് ലെസ് ദാൻ MC ആണെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും അത് ഒരു ഫേം എന്ത് ചെയ്യില്ല, ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്തിച്ചേരില്ല. ഈ പ്രൈസ് ലൈനേക്കാളും നമ്മുടെ ഗ്രാഫ് എവിടെ വരുള്ളൂ, ഇവിടെ എത്തുള്ളൂ. കാരണം ഫേം എന്താ പറഞ്ഞിരിക്കുന്നത്, ലോസ് ആയിരിക്കും. ഫേം അണ്ടർ എന്തായിരിക്കും, ലോസസ് ആയിരിക്കും. ഫേം എന്താ, തീരാ നഷ്ടത്തിൽ എന്ന് പറയത്തില്ലേ, അടച്ചു പൂട്ടേണ്ട, ഷട്ട് ഡൗൺ പോയിന്റിലെത്തും, അടച്ചു പൂട്ടേണ്ട അവസ്ഥയായിരിക്കും. എന്താ, പ്രൈസസ് ലെസ് ദാൻ, മാർജിനൽ കോസ്റ്റിനേക്കാളും കുറവാണ് പ്രൈസ് എങ്കിൽ ആ ഫേം എന്തായിരിക്കും,
സെക്കൻഡ് കണ്ടീഷനിൽ ഒരിക്കലും എം സി കർവ് എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല. പക്ഷേ നോൺ ഡിക്രീസിങ് ആയതുകൊണ്ട് അതെന്ത് ചെയ്യുന്നതാണെങ്കിൽ ദ ഫേം ഇൻകേഴ്സ് ലോസസ്, ഫേമിന് എന്തുണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് 2 പാർട്സ് ആണ്. ഒന്ന് ഷോർട്ട് റൺ കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ലോങ് റൺ കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട്. ആ ലോങ് റൺ കണ്ടീഷനിൽ ഷോർട്ട് റൺ കണ്ടീഷനിൽ എന്താ പറഞ്ഞേക്കുന്നത്, പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ എ ബി സി. P is greater than or equal to എന്താണ് വന്നിരിക്കുന്നത്, എ ബി സി. ആ കണ്ടീഷനിൽ മാത്രമേ, ഷോർട്ട് റൺ കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫേം മാക്സിമം പ്രോഫിറ്റ് എന്ത് ചെയ്യുള്ളൂ, എത്തിച്ചേരുകയുള്ളൂ. ഇനി ഔട്ട്പുട്ട് ലെവലും മാർക്കറ്റ് പ്രൈസിനേക്കാളും എന്തായിരിക്കും, ഒരു മാർക്കറ്റ് പ്രൈസിനേക്കാളും എ ബി സി ലോവർ ആവുന്ന കണ്ടീഷൻ, അതായത് പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് വന്നിരിക്കുന്നത്, എ ബി സി ആണെങ്കിൽ ഒരിക്കലും പ്രോഫിറ്റ്, ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ പ്രോഫിറ്റ് എന്തുള്ളൂ, പ്രോഫിറ്റ് മാക്സിമൈസ് ആവുള്ളൂ അല്ലേ. ഇവിടെ എന്തായിരിക്കും, ലോസ് ആയിരിക്കുമല്ലോ അല്ലേ. പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബി സി ആണെങ്കിൽ ഏത് കണ്ടീഷനിലാണ്, ഷോർട്ട് റൺ കണ്ടീഷനിൽ ഒരു മാർക്കറ്റ് പ്രൈസിനേക്കാളും എന്താ പറഞ്ഞേക്കുന്നത് കുറവാണെങ്കിൽ ഒരു കമ്പനി എന്തായിരിക്കും, ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും പ്രൈസ് കുറവാണെങ്കിൽ അല്ലേ, പ്രൈസ് കുറവാണെങ്കിൽ ഒരു കമ്പനി എന്തായിരിക്കും, ലോസിലായിരിക്കും. കൂടുതലാണെങ്കിൽ മാത്രമേ ഒരു കമ്പനി എന്തുള്ളൂ, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ട്, മാക്സിമം പ്രോഫിറ്റ് എന്ത് ചെയ്യുള്ളൂ, ഈൽഡ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് അതിലും പ്രൈസ് ലെവലും ഇതുണ്ട്. എടുത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഇത് എസ് ഐ സിയും എസ് എം സിയും എ ബി സിയും നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫിൽ നമുക്ക് എ ബി സി ഉണ്ട്, എസ് എം സി ഉണ്ട്, എസ് ഐ സി ഉണ്ട്. നമ്മുടെ ഒരു കമ്പനി പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പി ഈസ് ഗ്രേറ്റർ ദാൻ എ ബി സി ആണെങ്കിൽ മാത്രമേ ഒരു കമ്പനി എന്ത് ചെയ്യുള്ളൂ, ഫേം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് മാക്സിമം കിട്ടുള്ളൂ. ഇനി പി ഈസ് ലെസ് ദാൻ എ ബി സിയിലാണെങ്കിൽ ഒരിക്കലും ഒരു ഫേം എന്ത് ചെയ്യില്ല, ഒരു ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റും എന്ത് ചെയ്യില്ല, ഉൽപ്പാദിപ്പിക്കില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. ഈ കണ്ടീഷനിൽ എത്തിയെങ്കിൽ മാത്രമേ ഒരു കമ്പനി എന്ത് ചെയ്യുള്ളൂ, ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ എ ബി സി കണ്ടീഷനിൽ എത്തിയെങ്കിൽ മാത്രമേ ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുള്ളൂ. ഈ കണ്ടീഷനിൽ താഴെയാണെങ്കിൽ ഒരിക്കലും ഒരു ഫേം എന്ത് ചെയ്യില്ല, പ്രൈസ് ലൈനും താഴെ പോകും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ഫേമും ഒരു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടും എന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇനിയും ഇതേപോലെ തന്നെ നമുക്ക് ലോങ് റണ്ണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് ഒരു കമ്പനി അല്ലെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എടുത്താണെങ്കിൽ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ LREC എത്തിയെങ്കിൽ മാത്രമേ ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുള്ളൂ അല്ലേ. ഒരു ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുകയും പ്രോഫിറ്റ് എന്താവുകയുള്ളൂ, മാക്സിമം ആകുകയുള്ളൂ, പ്രോഫിറ്റ് മാക്സിമം ആകുകയുള്ളൂ. പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു LREC ആണെങ്കിൽ ഒരു ഫേമും എന്ത് ചെയ്യില്ല, ഒരു കമ്പനിയും എന്ത് ചെയ്യില്ല, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതെന്ത് ചെയ്തില്ല, അത് ഷട്ട് ഡൗൺ പോയിന്റ് ആയിരിക്കും. ഇത് തന്നെയാണ്, സെയിം തന്നെയാണ് നമ്മൾ ഈ ഗ്രാഫിലും പറയുന്നത്. ഇവിടെ പ്രൈസും ഇവിടെ ക്വാണ്ടിറ്റി നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ പ്രൈസ് ലൈൻ ആയിരിക്കും, പി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ LRMC കർവും പിന്നെ നമ്മുടെ LRAC കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതുമായിരിക്കും. LRAC കർവ് എന്ന് പറയുന്നത് ഇതുമായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈവൺ എത്തുകയുള്ളൂ, ഇക്വിലിബ്രിയം എത്തുകയുള്ളൂ. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ക്യൂ ആയിട്ട് ഈവൺ എത്തുകയുള്ളൂ. ഈ കണ്ടീഷനിലായിരിക്കും LRMC എന്താകുന്നത്, പ്രോഫിറ്റ് ഈസ് അല്ലേ, പ്രോഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് വരുന്നത്, LRAC വരുന്നത്. ഈ കണ്ടീഷനിൽ മാത്രമേ ഇക്വിലിബ്രിയം എത്തുകയും പ്രോഫിറ്റ് കമ്പനി കൂടുതൽ പ്രോഫിറ്റ് എന്ത് ചെയ്യുള്ളൂ, അറ്റൈൻ ചെയ്യുകയും ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ ഇതിൽ പറഞ്ഞേക്കുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ പൈ ഈസ് ഈക്വൽ ടു TR - TCക്ക് 3 കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഒരു ഫേമിന് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഒന്നെന്താ പറഞ്ഞേക്കുന്നത്, മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ലെസ് ദാൻ ദി മർജിനൽ കോസ്റ്റും. മാർക്കറ്റ് പ്രൈസ് ഒരിക്കലും ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ പാടില്ല. MC കർവ് ഷുഡ് ബി കട്ട് എന്താ MR കർവ് ഫ്രം ദ ബിലോ. എന്താ പറഞ്ഞേക്കുന്നത്, MC കർവ് MR കർവിന് താഴെയായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതായത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിന് താഴെയായിട്ട് എന്താവുള്ളൂ, MR കർവിന് താഴെയായിട്ട്
കട്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എത്തുള്ളൂ. പിന്നെ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC, പ്രൈസ് ഷുഡ് ബി LRAC ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ LRAC. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം പൈ ഈസ് ഈക്വൽ ടു TR മൈനസ് T. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലമാണ് നമുക്ക് ഉള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി നമുക്ക് സപ്ലൈ ആണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് നല്ല വൃത്തിയായിട്ട് പഠിച്ചാലും നമുക്ക് സപ്ലൈ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ തീർക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.